ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല മഴയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ചതാണ്. അതായത് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ഞാൻ വർക്കിന് പോയിക്കൊണ്ടായിരുന്നു. മീൻസ് നമ്മുടെ ചുമരിലെല്ലാം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എൻ്റെ കൂടെ കണ്ണനായിരുന്നു വന്നുകൊണ്ടായിരുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെ കേട്ടോ ഇങ്ങനൊരു വർക്ക് കിട്ടിയത്. അപ്പോൾ കണ്ണനായിരുന്നു ആക്ച്വലി മാക്സിമം എൻ്റെ കൂടെ വന്നുകൊണ്ടായിരുന്നത്. പിന്നെ പിന്നെ ആദ്യം ഒരു ദിവസം വന്ന് കണ്ണനല്ലേ എപ്പോഴും വരുന്നത്, ഇനി ഞാൻ വരുന്നു പറഞ്ഞാൽ അവൾ വന്നാണ് കേട്ടോ. അപ്പോൾ ചെന്ന ഉടനെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യനോട് പറഞ്ഞ് കുറച്ച് വീഡിയോ എല്ലാം എടുത്ത് തരണമെന്ന്. ഇതൊക്കെ നമ്പേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സർക്കിളെല്ലാം വെച്ചെടുക്കേണ്ട. ആദ്യം എനിക്ക് വീഡിയോ എല്ലാം എടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കണ്ണൻ വരുന്ന സമയത്ത് കണ്ണനായിരിക്കും. ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കണമെന്നുള്ള ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിലുണ്ടാവാനില്ല. പക്ഷെ അവരെന്നെ എന്നോട് ചോദിക്കും, അമ്മ വീഡിയോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ അവർ എടുത്തു തന്ന വീഡിയോകളാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ എനിക്ക് ഏതൊരു കാര്യത്തിനും കട്ടക്ക് കൂട്ട് നിൽക്കുന്ന എൻ്റെ ചങ്ങാതിമാരെന്ന് പറഞ്ഞാൽ ഈ 3 ആൾക്കാരാണ് കേട്ടോ. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും എന്നെ സ്നേഹത്തോടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഫുഡ് ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ ചെയ്യുന്ന ഫുഡിന് നല്ലതാണ് എന്ന് പറയുന്ന ആൾക്കാർ ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ എന്ത് വർക്ക് ചെയ്യുമ്പോഴും അത് സൂപ്പർ വർക്കായ അമ്മേ എന്ന് പേപ്പറിൽ വരച്ചാലും അല്ല എന്ത് ക്യാൻവാസിലാണെങ്കിലും അല്ല വേറെ എന്തൊരു ഐറ്റം ചെയ്യുകയാണെങ്കിലും എനിക്ക് ആദ്യം കിട്ടുന്ന കോംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളിൽ നിന്നാണ്. ഒന്നിനൊരു കുറ്റം പറയാതെ എൻ്റെ കൂടെ തന്നെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കുട്ടിപ്പട്ടാളം. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ ഞാൻ നല്ല വഴക്ക് പറയുകയും ചെയ്യോട്ടെ. അതുപോലെ തന്നെ അവരെ എൻ്റെ മാറോട് ചേർത്ത് ഞാൻ സ്നേഹിക്കുകയും ചെയ്യും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. എന്തെങ്കിലും ഒരു കുരുത്തക്കേട് എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടാൽ ഞാൻ അടിക്കൊന്നുമില്ല, എങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് കണ്ണെല്ലാം ഉരുട്ടുമ്പോഴേക്കും ആൾക്കാരവിടെ ഓക്കെ ആവും. പക്ഷെ ആ ഒരു സ്ട്രിക്റ്റ് അച്ഛനോടില്ല കേട്ടോ. അച്ഛൻ കുറച്ചധികം ദേഷ്യം കാണിച്ചാലൊന്നും അവരുടെ അടുത്തത് വർക്കൗട്ട് ആവാറില്ല. പക്ഷെ ഞാനൊന്ന് കുറച്ച് സ്ട്രിക്റ്റ് ആയി ഒരു ചെറിയൊരു ആക്ഷൻ ഇട്ടാൽ മതി, അവിടെ ആൾക്കാർ ഓക്കെ ആവും. ഈ ഒരു അവരൊരു ഏജ് വെച്ചിട്ട് അവർ ഓക്കെ ആവുന്നുണ്ട്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ 3 ആൾക്കും എന്നോട് ഒരൊറ്റ അടിക്ക് ഒറ്റ സെക്കൻഡിൽ 3 ആൾക്കും ഒറ്റ ടൈമിൽ തന്നെ ഒരേപോലെ ഒരേ ടൈമിൽ ഓൺ ദ സ്പോട്ടിൽ എന്തെങ്കിലും കാര്യം പറയണം. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരുമിച്ച് പറയണം. അതും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, 3 തരത്തിലുള്ള കാര്യങ്ങൾ 3 ആൾക്ക് പറയാനുണ്ടാവും. അവർക്ക് ഒറ്റ ടൈമിൽ പറയണം. അത് ഞാൻ ഒറ്റ ടൈമിൽ തന്നെ കേൾക്കുകയും ചെയ്യണം. അതെങ്ങനെ പറ്റും? ഒരാൾ പറയും, അമ്മ എന്നെ നോക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. അപ്പം ഞാൻ അങ്ങോട്ട് തിരിയുമ്പോൾ അടുത്ത ആൾ എന്നെ വിളിക്കും, അമ്മ ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് കേൾക്കൂ, എന്നെ നോക്കൂ എന്ന്. അപ്പോഴേക്കും ഏറ്റവും ചെറിയ ആൾ എൻ്റെ നവോമിക, അവളും കൂടി എന്നെ വിളിച്ചിട്ട് അമ്മ ഞാൻ പറയട്ടെ, എന്നെ കേൾക്കൂ, എന്നെ നോക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ശരി ശരി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഉള്ള ആളെ നോക്കും. അതിന് കുറച്ച് പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. കാരണം വേറൊന്നുമല്ല, ഒരൊറ്റ കരച്ചിലേക്ക് അയ്യോ എന്നെ അമ്മ നോക്കിയില്ലല്ലോ എന്ന്. എന്നിട്ട് ഞാൻ പറയൂ, സമാധാനത്തിൽ ഒരാൾ ആദ്യം പറയൂ എന്ന് പറയുമ്പോൾ അവർ ബാക്കി 2 ആളും സമാധാനമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ അവസ്ഥ. ഇതാണ് ഞാൻ നേരിടുന്ന ഒരു വലിയ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരുടെ പ്രോബ്ലംസും അവരുടെ ഹാപ്പിനെസ്സൊക്കെയാണ് ഈ വന്ന് ഷെയർ ചെയ്യുന്നത്, ഓരോ നടന്ന കാര്യങ്ങൾ. ഇപ്പം ഞാൻ വർക്കിനൊക്കെ പോയിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും 3 ആൾക്കും 3 തരത്തിലുള്ള കഥകൾ എന്നോട് പറയാനുണ്ടാവും. അപ്പോൾ അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറികളായിരിക്കും. ഇത് ഞാൻ ചെല്ലുമ്പോഴേക്കും എന്നോട് പറയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയോടുകൂടി അവർ കാത്തു വെച്ചിട്ടുണ്ടാവും. അത് ഞാൻ ചെന്ന ഉടനെ വന്ന് പറയുന്നതാണ്. ഇങ്ങനത്തെ ഒരവസ്ഥയാണ്. പിന്നെ അതുപോലെ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഗിഫ്റ്റൊക്കെ ചെയ്ത് വെച്ചുമ്പോഴും അങ്ങനെയാണ്. അത് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തരും, അമ്മയെ കണ്ണടച്ച് എന്നിട്ടൊന്ന് കൈ കാണിച്ച് എന്നൊക്കെ പറയുമ്പോൾ ഞാനതൊന്ന് കൈ കാണിക്കുമ്പോഴേക്കും ആ വർക്കെല്ലാം കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തരും. ഞാനവരെ അപ്രിഷ്യേറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ലൈഫിലെ ഒരു സന്തോഷങ്ങളും സമാധാനങ്ങൾ എന്നൊക്കെ പറയുന്നത്. കണ്ടില്ലേ, ഇവിടെ ഞാൻ ചുമരിലെല്ലാം എഴുതി വരച്ചെല്ലാം വെച്ചൊക്കെയാണ്. ഇതൊക്കെ ഈ വർക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു KG സെക്ഷനാണ്. അങ്ങനെ ഞാൻ വർക്കെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ വർക്ക് ഉണ്ടാവും. അവിടെ കുറേ പാത്രം കഴുകാനുണ്ടാവും, ക്ലീനിങ് ഉണ്ടാവും, റൂമെല്ലാം അടിച്ച് വരാനുണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മൾ പെയിൻറ്റിങ് എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ബ്രഷെല്ലാം ഒരുപാട് പെയിൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിലെല്ലാം കഴുകുമ്പോഴേക്കും ആ വെള്ളത്തിൻ്റെ കളറെല്ലാം മാറി വരും. എന്നിട്ട് ആ ബ്രഷെല്ലാം കൊണ്ടുപോയിട്ട് കഴുകി വൃത്തിയാക്കി വെക്കണം. അന്നന്ന് കഴുകി
തുടച്ച് വൃത്തിയാക്കി വെച്ച് പോയാൽ മാത്രമേ പിറ്റേന്ന് ദിവസം നമ്മളുടെ ബ്രഷ് നീറ്റായിട്ട് ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ വെള്ളത്തിലൊന്നും കുത്തി വയ്ക്കാൻ പാടില്ല. ഇതൊക്കെ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ള ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് പോവുകയാണേ. ഓക്കെ. അങ്ങനെ ഞാൻ നടന്ന് ബസ്സിൽ കയറി പിന്നെ വീട്ടിലെത്തിയിട്ടുള്ള കാഴ്ച ദേ ഇങ്ങനെയാണ്. ഇത് കണ്ടില്ലേ, പാത്രങ്ങളെല്ലാം കിടക്കുന്ന ഒരു കിടപ്പ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ആക്കിയിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ നോക്കട്ടെ, പറ്റുമോ നോക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും ടാറ്റ.